ഇതാണ് ഐഫോൺ 18 Pro Max. സോ ഐഫോൺ 18 Pro Maxൽ എന്തൊക്കെ മേജർ അപ്ഗ്രേഡ്സ് ആണ് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഫ്ലാഷ് ബാക്ക്. എന്റെ കയ്യിലുണ്ടായിരുന്നത് 17 Pro ആയിരുന്നു, ബട്ട് വിഷ്വലി ഒരു ചേഞ്ചും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നിങ്ങളുടെ കയ്യിൽ ഐഫോൺ 17 Pro Max ആൻഡ് ഐഫോൺ 18 Pro Max വന്നിട്ട് ഇതിൽ ഏതാ ഐഫോൺ 18 Pro Max എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായും കണ്ടുപിടിക്കാൻ പറ്റില്ല. ബട്ട് താങ്ക് ഗോഡ് ആപ്പിൾ രണ്ട് പുതിയ കളേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. പർപ്പിൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, ആൻഡ് ലൈറ്റ് ബ്ലൂ ഇത് എന്തായാലും സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് ആപ്പിൾ ഇൻസൈഡ് ഒരു അപ്ഗ്രേഡ് നടത്തുന്നുണ്ട്. A20 ബയോണിക് ചിപ്സെറ്റ് വരുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് ബെറ്റർ സ്പീഡ് ആൻഡ് എഫിഷ്യൻസി തരും. ആൻഡ് യെസ്, ബാറ്ററി അപ്ഗ്രേഡും എക്സ്പെക്റ്റഡ് ആണ്. ആൻഡ് വിസിബിൾ ആയിട്ടുള്ള ഒരു അപ്ഗ്രേഡ് എന്ന് പറയുന്നത് ഡൈനാമിക് ഐലൻഡ് 25% സ്മോളർ ആയിട്ടുണ്ടാവും. ക്യാമറയിലും സീരിയസ് അപ്ഗ്രേഡ്സ് ആണ് ഐഫോൺ 18 Pro Maxൽ കൊണ്ടുവരാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. വേരിയബിൾ അപ്പേച്ചർ, അപ്ഗ്രേഡഡ് സെൽഫി ക്യാംസ് ആൻഡ് ഈവൻ റൂമേഴ്സ് പ്രകാരം 8K ProRes വീഡിയോ സപ്പോർട്ട് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഡിസ്പ്ലേയിൽ മേജർ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. സോഫ്റ്റ്വെയറുടെ കാര്യത്തിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് സ്റ്റിൽ അൺആൻസേർഡ് ആണ്. ആൻഡ് ഡെഫിനറ്റ്ലി പ്രൈസ് മുകളിലേക്കേ പോകുള്ളൂ. പഴയ ഐഫോൺ മോഡൽസ് എല്ലാം യൂസ് ചെയ്യുന്നവർക്ക് ഇതൊരു മേജർ അപ്ഗ്രേഡ് ആയിരിക്കും. എന്നാൽ ന്യൂ മോഡൽ ഐഫോൺസ് എല്ലാം യൂസ് ചെയ്യുന്നവർക്ക് ഇതൊരു മാസീവ് അപ്ഗ്രേഡ് ആയിട്ട് തോന്നില്ല. സോ ഡിസൈൻ വൈസ് നമുക്ക് ഇതിന് 6 out of 10 കൊടുക്കാം, ബിക്കോസ് വലിയ ചേഞ്ചസ് ഒന്നുമില്ല. ദെൻ ഡിസ്പ്ലേ വൈസ് നമുക്ക് ഇതിന് വീണ്ടും 6 out of 10 കൊടുക്കാം. അതിലും വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ദെൻ പെർഫോമൻസ് നമുക്ക് 8 out of 10 കൊടുക്കാം. ക്യാമറ 8.5 out of 10 ആൻഡ് ബാറ്ററി 7.5 out of 10. ഇതുപോലത്തെ ജെന്യൂൻ ഷോർട്ട് റിവ്യൂസ് നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക.